ഈ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നവരായിരിക്കാം, എന്നിരുന്നാൽ പോലും ഡയബറ്റീസ് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ ഡയബറ്റീസ് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയബറ്റീസ് അത് ഫുൾ ബ്ലോൺ ആവാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ഡയറ്റ് നോക്കുന്നുണ്ടാവും. ഇപ്പോൾ മധുരമൊക്കെ ഒഴിവാക്കി കാണും, പിന്നെ അതുപോലെ ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഡയറ്റിൽ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ട് അടുത്ത ഭക്ഷണം കഴിക്കാവൂ. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് മെറ്റബോളിസം ഡിലേ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊരു 6 മണിക്കൂർ വരെ എടുത്തേക്കാം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത മീൽസ് കഴിക്കാവൂ. അതിനിടയിൽ നിങ്ങൾക്ക് ചെറിയ ക്ഷീണം മറ്റോ വരുന്നെങ്കിൽ കഴിവതും നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ടോ എന്തെങ്കിലും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നിർത്തുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ കാലറി ഫുഡ് ഒഴിവാക്കുക. അതായത് പൊരിച്ചത് അല്ലെങ്കിൽ നട്ട്സ്, ഇങ്ങനെയുള്ള സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം ഹൈ കാലറി ഫുഡ്സാണ്. ഇപ്പോൾ ലിക്വർ ഹൈ കാലറിയാണ്. അല്ലെങ്കിൽ പിന്നെ ബിരിയാണി, അങ്ങനെയുള്ള റിച്ച് ഫുഡ്സ് ഇത് കഴിച്ചാൽ ഡയബറ്റീസ് ഷൂട്ട് ചെയ്യും, കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ലൈറ്റ് ഫുഡ് കഴിക്കുക. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം കഴിവതും കുക്ക്ഡ് ഫുഡ് ഒഴിവാക്കുക. ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ച് നിർത്തുക. പിന്നുള്ളതെന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഈ പീനട്സ് അലർജി ഉണ്ട്, ഡയറി അലർജി ഉണ്ട്, അത് പാല്. അപ്പോൾ പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതാണ് ഡയബറ്റീസുകാർക്ക് നല്ലത്. പ്രത്യേകിച്ചും കോംപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ, കട്ടൻ കാപ്പിയോ കഴിക്കുന്നതാണ്. ചീസ്, അതുപോലെയുള്ള ഗീ, ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി. എന്നാൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള തൈര് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട വേറൊരു കാര്യം ഗോതമ്പ്, മൈദ. അപ്പോൾ ഇതിൽ ഗ്ലൂട്ടനുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടൻ ഈ പാൻക്രിയാസിനെ ബാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് ഗ്ലൂട്ടൻ ഒഴിവാക്കുക. അരി ആഹാരമോ മില്ലറ്റോ കഴിക്കുക. അരി എന്ന് പറയുമ്പോൾ തവിടുള്ള അരിയാണ് നല്ലത്. വൈറ്റ് റൈസ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കുക. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട് കഴിക്കുക. ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ, പഴമോ ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്കോ, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക. കുറച്ച് കഴിച്ചാലും മതി. അപ്പോൾ ഈ ഡയറ്റിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരിക. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്ത ഓട്ടം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ സ്റ്റാഗ്നൻസിയാണ് നമ്മൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നത്, ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ വ്യായാമം വേണം. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ ആ വ്യായാമം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അരിയാട്ടം പോകാനോ നടന്ന് പോകാനോ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോഴ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് ഡെയിലി നമുക്ക് വ്യായാമത്തിന് മാറ്റി വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് വ്യായാമം, സിമ്പിളായിട്ടുള്ള വാമപ്പ് എക്സസൈസ് ചെയ്താൽ മതി. ധാരാളം യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അത് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് നല്ല വ്യത്യാസം വരും, കോംപ്ലിക്കേഷൻസ് നല്ല വ്യത്യാസം വരും. അതുപോലെ നിങ്ങൾക്ക് ഉറങ്ങാനും ശരീരത്തിനൊക്കെ നല്ല സുഖം കിട്ടും. ഒരു 15 മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്താൽ. അപ്പം നടത്തം മാത്രം പോരാ, എല്ലാവരും നടക്കുന്നുണ്ടല്ലോ, പക്ഷെ അത് പോരാ, വ്യായാമം തന്നെ വേണം. എല്ലാ മസിൽസിനും വ്യായാമം, എല്ലാ ജോയിൻസിനും വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള മൈൽഡായിട്ടുള്ള എക്സസൈസസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. കുട്ടികളാണെങ്കിൽ LKG പഠിക്കുന്ന കുട്ടിക്കും സ്ട്രെസ്സുണ്ട്. സ്ട്രെസ്സ് വേണ്ടെന്നല്ല, സ്ട്രെസ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ സ്ട്രെസ്സ് സസ്റ്റെയിൻഡ് സ്ട്രെസ് ആകുമ്പോഴാണ് പ്രശ്നം. ആ സസ്റ്റെയിൻഡ് സ്ട്രെസ്സും സാധാരണ ഡേ ടു ഡേ സ്ട്രെസ്സും നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ സസ്റ്റെയിൻഡ് സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ജീവിതത്തിൽ.
അതായത് ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് കയ്യിൽ പിടിക്കുക, 5 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അത് 30 മിനിറ്റ് പിടിച്ചാലോ നമ്മുടെ കൈ കഴയ്ക്കും, വേദന എടുക്കും അല്ലേ? അതേപോലെ നമ്മൾ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം വന്നു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, അത് വിട്ടു, നമ്മളെ ബാധിക്കില്ല. പക്ഷേ അതിങ്ങനെ മനസ്സിലിട്ട് ദിവസങ്ങളോളം നമ്മൾ അത് കൊണ്ടുപോയാലോ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രെസ്സ് മാറ്റണം. മാറ്റുന്നതിനുള്ള വിദ്യ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കഴിവതും പുറത്തുള്ള ആളുകൾ, നമ്മുടെ അത് കുടുംബത്തിലാവട്ടെ, വർക്ക് പ്ലേസിലാവട്ടെ, നമ്മുടെ സമൂഹത്തിലാവട്ടെ, ആളുകളുടെ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക. ആരും പെർഫെക്റ്റ് അല്ല, നമ്മളുൾപ്പെടെ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും വീഴ്ചകളും തെറ്റുകളും പാളിച്ചകളും കുറവുകളും ഒക്കെ ഉണ്ട്. ആ കുറവുകളുടെ ഇടയിലും ആ തെറ്റുകളുടെ ഇടയിലും അവരുടെ ഏതെങ്കിലും ഒരു പ്ലസ് പോയിൻ്റ് മാത്രം നമ്മൾ നോക്കുക. അവരുടെ നെഗറ്റിവിറ്റീസ് കഴിവതായി വിടുക. നമുക്ക് ടോക്സിക് പേഴ്സണാണ് എങ്കിൽ കഴിവതും ഒഴിഞ്ഞു കിടക്കുക. വയലൻറ്റ് പീപ്പിളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു കിടക്കുക. ഇത്രയൊക്കെ മതി. അതുകൊണ്ട് അത് നമ്മളൊരു കവേർഡ്നെസ് അല്ല, ഭീരുത്വമല്ല. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് സ്ട്രെങ്ത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയും, ഡയബറ്റീസ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ 10 വർഷത്തിനകത്ത് എങ്ങനെയെങ്കിലും മാറ്റിക്കോണം. അതിന് റിവേഴ്സൽ പ്രോഗ്രാംസ് ഇപ്പോൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള ഡോക്ടേഴ്സ് നടത്തുന്ന, സയൻറ്റിഫിക്കായിട്ട് നടത്തുന്ന റിവേഴ്സൽ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റും. അതിപ്പോൾ ഓൺലൈനായിട്ട് മാറ്റാൻ പറ്റും. കാരണം ഇതെല്ലാം ടെസ്റ്റുകളൊക്കെ നമുക്ക് റിസൾട്ട്സ് ഓൺലൈനായിട്ട് അയച്ചു തരാൻ പറ്റും. അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഡോസേജ് ക്രമീകരിക്കാൻ പറ്റും. നിങ്ങളുടെ ഡയറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ നമുക്ക് ക്രമീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഈ റിവേഴ്സൽ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്കതിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.